വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. പാകിസ്ഥാന്റെ കരങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് കാനഡ രംഗത്തെത്തിയിരിക്കുകയാണ്. അങ്ങനെയാണ് എല്ലാ വിദേശ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത്. കാരണം പാകിസ്ഥാനാണല്ലോ ഇന്ത്യക്കെതിരെ നിരന്തരം ആരോപണം UN-ലൊക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ പറയുന്നത് നമ്മുടെ രാജ്യത്തിനകത്ത് ആഭ്യന്തര കലാപം ഉണ്ടാക്കുന്നത് ഇന്ത്യയാണ് എന്നാണ് പറയുന്നത്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ സപ്പോർട്ട് ചെയ്യുന്നതും ഫണ്ട് ചെയ്യുന്നതും ഇന്ത്യയാണ്. പോരാത്തതിന് അരക്കൻ ആർമിയെ ഫണ്ട് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും ഇന്ത്യയാണ്. താലിബാനെ ഇപ്പോൾ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു രാജ്യം ഇന്ത്യയാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് വലിയ ഭീകരമായി ബാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ സമാനമായ പ്രസ്താവനയാണ് കാനഡ നടത്തിയിരിക്കുന്നത്. കാനഡ പറയുന്നത് ഇന്ത്യയും ചൈനയും നമ്മുടെ രാജ്യത്തിനകത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്ക് ശ്രമിച്ചു എന്നാണ് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്ക് ശ്രമിച്ചു എന്ന് പറയുന്ന കാനഡയുടെ ചാരസംഘടന, ആ ചാരസംഘടന CSIS-ന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള വനൈസ ലോയിഡ് ആണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ചെറിയൊരു പ്രസ്താവനയായിട്ട് നമുക്കിത് കാണാൻ സാധിക്കില്ല. നേരത്തെയും കാനഡ ഇന്ത്യക്കെതിരെ ഇങ്ങനെ പ്രസ്താവനകളുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. കാനഡ പറഞ്ഞത് ഈ അജ്ഞാതനെ ഫണ്ട് ചെയ്യുന്നത് ഇന്ത്യ ആണെന്നാണ് പറഞ്ഞത്. അതിന് ഞങ്ങളുടെ തെളിവുണ്ടെന്നാണ് പറഞ്ഞത്. അതോടുകൂടി ജസ്റ്റിൻ ട്രൂഡോ താഴെ പോയല്ലോ. പ്രധാനമന്ത്രി സ്ഥാനം ജസ്റ്റിൻ ട്രൂഡോയുടേത് അവസാനിച്ചു. നമ്മളൊക്കെ എന്താണ് ഇപ്പൊ ഇതിന് താഴെ വരുന്ന കമന്റുകൾ ഞാൻ പറഞ്ഞുതരാം. അന്ന് നിങ്ങൾ പറഞ്ഞില്ലേടാ ഇതിന്റെ പിറകിൽ ഇന്ത്യയാണെന്ന്. നിങ്ങൾ പറഞ്ഞില്ല എന്നായിരിക്കും. കാരണം ജസ്റ്റിൻ ട്രൂഡോ നിലം പതിച്ചു, പ്രധാനമന്ത്രി സ്ഥാനം തെറിച്ചു, പിന്നിൽ മോദി എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ അപ്പോ ഇത് കറക്റ്റ് അല്ലേ എന്നൊക്കെ ചിലപ്പോൾ ഉള്ള ചോദ്യങ്ങളൊക്കെ വന്നേക്കാം. അപ്പോ ഇന്ത്യക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം കാനഡ അന്ന് ഉന്നയിച്ചപ്പോൾ തന്നെ ഇന്ത്യ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയതാണ്. കാനഡയുടെ പേരെടുത്തുകൊണ്ട് വിമർശിച്ചതാണ്. ഇന്ത്യ അങ്ങനെ ഒരു രാജ്യത്തിന്റെ പേരെടുത്ത് വിമർശിക്കാറില്ല. കാനഡ ജസ്റ്റിൻ ട്രൂഡോ എന്ന് പറഞ്ഞുകൊണ്ട് വിമർശിച്ചതാണ്. അപ്പോൾ ഇത്തവണ വന്നിരിക്കുന്ന ആരോപണം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തി എന്നുള്ളതാണ്, അതിൽ കൈ കടത്തി എന്നുള്ളതാണ്. ഇന്ത്യക്ക് കൂട്ടായിട്ട് ചൈനയും കൂടെ ഉണ്ട് കേട്ടോ, അതൊരു ആശ്വാസമുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു ആരോപണം കാനഡ ഉന്നയിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഇന്ത്യയും സമാനമായിട്ടുള്ള ഒരു പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതായത് അമേരിക്ക ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ ഇവിടെ ഫണ്ട് ഒഴുക്കി. നമ്മുടെ ജോ ബൈഡൻ ഫണ്ട് ഒഴുക്കി എന്നുള്ള ഒരു ആരോപണം ഇന്ത്യ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ട്രംപ് അത് ശരിവെച്ചിട്ടുണ്ട്. ശരിയാണ്, 183 കോടി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് എന്ന് ട്രംപ് പറയുകയും ചെയ്തു. അതിന്റെ പേരിൽ ഇതിനകത്ത് വലിയ രീതിയിലുള്ള അന്വേഷണവും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മളും ഇതിൽ ബാധിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ നമ്മൾ വേറൊരു രാജ്യത്തിനോട് ഇങ്ങനെ ചെയ്തു എന്ന് ആ രാജ്യം പറയുമ്പോൾ എന്തായിരിക്കും ഇന്ത്യയുടെ പ്രതികരണം ഇപ്പോൾ പുറത്തു വരാൻ പോകുന്നത്? ഈ കാനഡ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? കാരണം നിരന്തരമായിട്ട് ഇവർ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, നിരന്തരമായിട്ട്. അപ്പോൾ വലിയൊരു ഗുരുതരമായിട്ടുള്ള ആരോപണം ഇപ്പൊ പുറത്തു വന്നിരിക്കുകയാണ്. എന്താ തോന്നുന്നത്? നമ്മുടെ ഈ ഇന്ത്യ കാനഡ ബന്ധം വളരെ കാലമായിട്ട് ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ്. വളരെ മോശമായ ഒരു റിലേഷൻ ആണ് ഇന്ത്യ കാനഡ ബന്ധം എന്ന് പറയുന്നത്. അത് നിജറിന്റെ കൊലപാതകത്തോടു കൂടി അത് പരസ്യമായിട്ടുള്ള ഒരു അടിയിലേക്ക് മാറി എന്നുള്ളതാണ്. അപ്പൊ ജസ്റ്റിൻ ട്രൂഡോ നിരന്തരം ആരോപണം ഉന്നയിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞത് ഈ അവരുടെ ചാരസംഘടന ഈ CSIS-ന്റെ ഈ പറയുന്ന വനേസ ലോയിഡിന്റെ തന്നെ ഗ്രൂപ്പിന്റെ ഒരു റിപ്പോർട്ട് എനിക്ക് കിട്ടി. അപ്പൊ ആ റിപ്പോർട്ടിൽ പറയുന്നത് സിംഗപ്പൂര് വെച്ച് പിന്നെ നമ്മുടെ അജിത് ഡോവൽ സിംഗപ്പൂര് എത്തിയിരുന്നു. അപ്പൊ തങ്ങളുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളല്ലേ ഈ അജ്ഞാതന്റെ പിന്നിൽ എന്ന് ചോദിക്കുന്നു. അത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് ദില്ലിയിൽ നിന്ന് 2 ഫോൺ വന്നു. ദില്ലിയിൽ നിന്ന് ഫോൺ വിളിച്ചത് ആരാണ് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അമിത്ഷായാണ് ഉദ്ദേശിക്കുന്നത്. ഫോൺ വന്നിരുന്നു. അപ്പോൾ അജിത് ഡോവൽ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞതിന്റെ റെക്കോർഡ് ഉണ്ടെന്നാണ് ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞത്. അതിനുശേഷം ജസ്റ്റിൻ ട്രൂഡോ 1 മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇത് റഷ്യൻ ചാരസംഘടനയാണ് കാനഡയിൽ ഇന്ത്യക്ക് വേണ്ടി പണിയെടുക്കുന്നത്. അവര് പോയിട്ട് ഈ ഖാലിസ്ഥാൻ നേതാക്കന്മാരെയൊക്കെ ലൊക്കാലിറ്റി കണ്ടെത്തി ഇന്ത്യക്ക് കൊടുക്കും. ഇന്ത്യയുടെ അത് അജ്ഞാതന്മാരെ വെച്ച് അവന്മാരെ തീർത്ത് കളയും. അങ്ങനെ ഇന്ത്യയും റഷ്യയും ചേർന്നിട്ടാണ് ഈ പരിപാടി നടക്കുന്നത് എന്നാണ്. അപ്പോൾ ജസ്റ്റിൻ ട്രൂഡോ അന്ന് തന്നെ ഉന്നയിച്ച ഒരു പ്രധാന ആരോപണം, ഞങ്ങളുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ചൈനയും ഇന്ത്യയും ശ്രമിക്കുന്നുണ്ട് എന്ന് അന്ന് തന്നെ മുമ്പ് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ റോയിട്ടേഴ്സ് ആണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോഴത് ഈ പറയുന്ന വെനേസ ലോയിഡിന്റെ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് അവർ പറയുന്നത്, ചൈനയും റഷ്യയും നേരത്തെ മുതൽ തന്നെ കാനഡയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ, അതായത് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചുകൊണ്ട് ജസ്റ്റിൻ ട്രൂഡോയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും അവിടെ തോൽപ്പിച്ചുകൊണ്ട് ഈ ഇന്ത്യക്കും ഒക്കെ ഗുണകരമാകുന്ന രീതിയിൽ പുതിയൊരു ഭരണകൂടത്തെ ഉയർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. അപ്പോ എന്റെ ഒരു പ്രധാന സംശയം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റിൻ ട്രൂഡോയും അദ്ദേഹത്തിന്റെ പാർട്ടിയും പുറത്തു കളയാനായിട്ട് ആഗ്രഹിക്കുന്ന വേറൊരാളോടുണ്ടല്ലോ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും അത് ആഗ്രഹമുണ്ടല്ലോ വലുതായിട്ട്. അങ്ങനെയെങ്കിൽ അമേരിക്കയും റഷ്യയും ഇന്ത്യയും ചൈനയും കൂടി ചേർന്നിട്ടല്ലേ ശ്രമിക്കുന്നത്. അതിൽ ചൈന എന്ത് പങ്കാണ് വഹിക്കുന്നതെന്നും കൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നു. ചൈന AI ഉപയോഗിച്ചുകൊണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാണ് പറഞ്ഞത്.
ഇപ്പോൾ നിക്ഷിപ്ത താല്പര്യങ്ങൾ പല രാജ്യങ്ങൾക്കും ഉണ്ടാകാം. പല രാജ്യങ്ങളും ഇത്തരത്തിൽ ജനാധിപത്യ പ്രക്രിയ നടക്കുന്നു, മറ്റു രാജ്യങ്ങളിൽ അട്ടിമറി സംഭവങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. ഇന്ത്യക്ക് ഉം. ഇന്ത്യ അത് കുറച്ചുകൂടി ഇന്ത്യ അത് നടത്തുന്നു ഇവര് ഇങ്ങനെ ശക്തമായി പറയുന്നതിന് കാരണം ഖാലിസ്ഥാനികൾക്ക് നിർണായക സ്വാധീനമുള്ള ഒരു രാജ്യമാണ് കാനഡ. 25ഓളം എംപിമാർ ഈ ഖാലിസ്ഥാൻ നികളുടെ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. 25 എംപിമാരുടെ പിന്തുണയിലായിരുന്നു ജസ്റ്റിൻ ട്രൂഡോ നിലനിന്നിരുന്ന മുഴുവൻ. അപ്പൊ അത്രയും ജനങ്ങൾക്കിടയിൽ അത്രയും എംപിമാരും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഇന്ത്യക്കാരായിട്ടുണ്ട്. അപ്പൊ അവരോടുള്ള ശത്രുത മൂലം ഇന്ത്യ ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഇതിപ്പോ ആദ്യമായിട്ട് ഉന്നയിക്കുന്ന ഒരു ആരോപണമല്ല. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടെ എന്താണ് ഒഫീഷ്യൽ ആയിട്ട് വന്നിരിക്കുന്നത്. നേരത്തെ ട്രൂഡോ ആയിരുന്നു. ഈ ട്രൂഡോ പറയുന്ന പല കാര്യങ്ങൾക്കും വലിയ പ്രാധാന്യമൊന്നും ആരും നൽകിയിരുന്നില്ല. അവസാനം സിംഗപ്പൂർ വെച്ച് ഡോവലിനെ ഞങ്ങളുടെ ഏജൻസിക്കാർ കണ്ടിരുന്നു, അവർ ചോദ്യം ചെയ്തിരുന്നു, മറ്റേതാണ് മറിച്ചാണെന്ന് പറയുന്നു, പിന്നെ പറയുന്നത് റഷ്യയാണെന്ന് പറയുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിച്ചും പേയും പറയുന്ന അവസ്ഥയിലേക്കായിരുന്നു ജസ്റ്റിൻ ട്രൂഡോ അവസാനം എത്തിയത്. അവസാനം ട്രംപുമായിട്ട് അടിച്ചു പിരിഞ്ഞു പോയി. അപ്പൊ ട്രൂഡോയ്ക്ക് ശേഷം ഇപ്പോൾ വന്നിരിക്കുന്നത് ട്രൂഡോയുടെ പാർട്ടിക്കാരൻ തന്നെയാണ്. ഇപ്പോൾ അത് അവരുടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ പറ്റിയ ശ്രമം നടക്കും. ഇതൊരു മുൻകൂർ ജാമ്യമായിട്ട് കണ്ടാൽ മതി. ഏപ്രിൽ 28-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ അടുത്ത മാസം 28-ാം തീയതിയാണ് കാനഡ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ഒരു പരാജയം വരികയോ തൂക്കുസഭ വരികയോ ചെയ്താൽ അതിന് മുന്നോടിയായിട്ട് ഒരു റിപ്പോർട്ട് വേണമല്ലോ, എന്തിനും ഒരു കാരണങ്ങൾ വേണമല്ലോ മുമ്പോട്ട് വെക്കാൻ. അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ് എന്നാണ് കരുതുന്നത്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഒരുപക്ഷെ ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ടാകും അവിടെ തങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഒരു സർക്കാർ വരണമെന്ന് ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ടാകും. കാരണം ഖാലിസ്ഥാൻകാരാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൽ ഏറ്റവും വലിയ തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം. അങ്ങനെ കരുതുന്നുണ്ടാകും. ചൈനയ്ക്ക് ചിലപ്പോൾ അവിടെ താല്പര്യങ്ങളുണ്ടാകും. കാരണം ക്രൂഡ് ഓയിലിന്റെ ഒക്കെ വലിയ ശേഖരമുള്ള ഒരു രാജ്യമാണ് കാനഡ. അതുപോലെ തന്നെ ഒരുപാട് ബിസിനസ് സാധ്യതകളുള്ള ഒരു രാജ്യമാണ് കാനഡ. ഇപ്പോൾ അമേരിക്ക വലിയ രീതിയിൽ ഈ താരിഫ് യുദ്ധവുമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നാളെ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് കാനഡ അടക്കമുള്ള രാജ്യങ്ങളെയാണ് ചൈന കണ്ണുവെക്കുന്നത്. കാരണം ഈ അമേരിക്കയിലേക്ക് വലിയ താരിഫ് വരുമ്പോഴത്തേക്കും ഇവരുടെ ചരക്കുകൾ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളൊന്നും വിറ്റഴിക്കാൻ കഴിയില്ല. അപ്പൊ ഈ ബാക്കിയുള്ള കാനഡ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ഇവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും ഇവരുടെ ബിസിനസ് വ്യാപിപ്പിക്കാനും അവർക്ക് താല്പര്യമുള്ള ഒരു ഭരണകൂടം വരണമല്ലോ അവിടെ. അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള ഒരു ഭരണകൂടത്തിന് വേണ്ടിയിട്ട് അവരും ട്രൈ ചെയ്യുന്നുണ്ടാകാം. റഷ്യക്കും താല്പര്യം വളരെയധികം ഉണ്ട്. കാരണം അമേരിക്കയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമെന്ന നിലയിലും ഒപ്പം തന്നെ അവിടേക്ക് ഒരു കണ്ണ് സ്വാഭാവികമായി റഷ്യക്ക്. അപ്പൊ പറഞ്ഞു വരുമ്പോൾ എല്ലാവർക്കും താല്പര്യമുള്ള ഒരു കേസ് തന്നെയാണ് എന്ന് കരുതിയിട്ട് ഈ ഒരു ആരോപണത്തിന് അടിസ്ഥാനമുണ്ടെന്ന് അറിയില്ല. പക്ഷെ ഇത് കാലാകാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആരോപണമാണ്. ജസ്റ്റിൻ ട്രൂഡോയുടെ കാലത്ത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ആരോപണമാണ്. ഇപ്പോൾ അത് ഒന്നുകൂടെ അടിവരയിട്ട് പറയുന്നു. അങ്ങനെയെങ്കിൽ അതൊരു വല്ലാത്തൊരു നീക്കമായിട്ട് തന്നെയാണ് അതിന് കാണാൻ കഴിയുന്നത്. കാരണം ലോകത്തെ വൻ ശക്തികളെല്ലാം കൂടി കാനഡയ്ക്കെതിരെ തിരിയുന്നു എന്ന് അമേരിക്കയുടെ പേര് ഇത് പറഞ്ഞിട്ടില്ല. അതെനിക്ക് ബുദ്ധിപൂർവ്വം പറയാത്തതായിരിക്കും. കാരണം ഈ തെരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തി നിൽക്കുമ്പോൾ ട്രംപിന്റെ വായിന്ന് വല്ല കേൾക്കണമെന്ന് കരുതി പറയാത്തതായിരിക്കും. അല്ലെങ്കിൽ ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പറയുമായിരിക്കും ട്രംപും കൂടെ വിചാരിച്ചിട്ടാണ് ഞങ്ങളുടെ പാർട്ടി തോറ്റുപോയത്. അപ്പൊ ഈ ഖാലിസ്ഥാൻകാരുടെ വോട്ട് കിട്ടാനാണോ ഇത് പറയുന്നതെന്നും അറിയില്ല. അതോ ഇനി പ്രാദേശിക വികാരം ആളിക്കത്തിച്ചുകൊണ്ട് ഇപ്പൊ നമ്മുടെ രാജ്യത്തിന് എതിരെ ഇവരെല്ലാം കൂടെ ഒന്നിക്കുന്നു, അതുകൊണ്ട് നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവർ പറഞ്ഞ ആളെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പറഞ്ഞ ആളൊരു പൊളിറ്റീഷ്യൻ അല്ല. പകരം അവരുടെ ചാരസംഘടനയുടെ വൈസ് പ്രസിഡന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്, വെനോസ ലോയിഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒഫീഷ്യൽ പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാൾ ഒഫീഷ്യലായിട്ട് തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കുറച്ചുകൂടെ കാര്യഗൗരവമാണ്. ഇനി പൊളിറ്റിക്കൽ പ്രഷർ മൂലമാണോ അവരത് പറഞ്ഞതെന്നും അറിയില്ല. ഏതായാലും വലിയൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിപ്പോ ആദ്യമായിട്ടല്ല ഇവർ ഇത് പറയുന്നത് എന്നുള്ളത് കൊണ്ട് ഇതിന് പുതുമയില്ല. പക്ഷെ ഇപ്പോഴത് റോയിട്ടേഴ്സ് വലിയ വാർത്തയാക്കി വരുന്നു. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിന് ഇനി അധികം ദിവസങ്ങളൊന്നും ഇല്ല കാനഡയിൽ. ഏപ്രിൽ 28-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അനവധി അക്രമ സംഭവങ്ങൾ കാനഡയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അക്രമ സംഭവങ്ങളിൽ പലരും കൊല്ലപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ടാകാം. ഈ ഖാലിസ്ഥാന്റെ പല ഭീകരന്മാർ പലരും കൊല്ലപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകാം. അതൊക്കെ തെരഞ്ഞെടുപ്പ് അട്ടിമറിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് അലങ്കോലപ്പെടുത്താൻ വേണ്ടി ഇന്ത്യ ചെയ്തതാണ് എന്ന് പറഞ്ഞ് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ എന്നറിയില്ല. ഏതായാലും ഇതൊരു മുൻകൂർ ജാമ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടികളെല്ലാം തോറ്റാലോ ഒരു തൂക്കുസഭ വന്നാലോ ഇതിന്റെ പിന്നിൽ മറ്റു വൈദേശിക രാജ്യങ്ങൾ പ്രവർത്തിച്ചു എന്ന് പറയാം. കാരണം ഇവര് പറയുന്നതിനൊന്നും ഒരു അടിസ്ഥാനപരമായി യാതൊരു തെളിവുമില്ലാത്ത കാര്യങ്ങളാണ്. രണ്ടാമത്തേത് ഇതുമായി അനുബന്ധിച്ച് ബന്ധപ്പെട്ട് ഏതെങ്കിലും കൊലപാതകമോ കാര്യങ്ങളോ നടക്കാമെങ്കിൽ അതും പറയാൻ കഴിയും. കണ്ടില്ലേ, ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ ഈ തെരഞ്ഞെടുപ്പ് അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവരെ കൊലപ്പെടുത്തിയെന്ന് പറയാൻ കഴിയും. ഏതായാലും ഈ ഏപ്രിൽ 28 കഴിയുമ്പോൾ അറിയാം എന്താണ് അവിടുത്തെ ഖാലിസ്ഥാൻകാരുടെ ഒരു പവർ എന്താണെന്ന് അറിയാൻ കഴിയും. അല്ലെങ്കിൽ ഖാലിസ്ഥാൻകാരുടെ ഭാവി എന്താണെന്ന് അറിയാൻ കഴിയും. ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് ഏപ്രിൽ 28-ന് കാനഡ നടക്കുന്ന തെരഞ്ഞെടുപ്പ്. കാരണം ഇന്ത്യക്ക് വളരെ അടുത്ത ബന്ധം സ്ഥാപിച്ച് മുൻപോട്ട് പോകാനുള്ള നീക്കങ്ങൾ ഈ അടുത്ത് കുറെ ചർച്ചകളൊക്കെ ഇന്ത്യയും കാനഡയും തമ്മിൽ നടന്നിരുന്നു. ഈ വ്യാപാര ബന്ധം സംബന്ധിച്ച് നമ്മുടെ മന്ത്രി എസ് ജയശങ്കർ അവിടെ പോവുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു.
അങ്ങനെ ഒരു സാധാരണ നിലയിലേക്ക് ആ ബന്ധം പതുക്കെ പതുക്കെ, പെട്ടെന്നൊന്നും അത് സ്ട്രോങ് ആകാൻ സാധ്യതയൊന്നുമില്ല. പതുക്കെ പതുക്കെ അതൊന്ന് സ്മൂത്തായി വരുന്നതിനിടയ്ക്കാണ് ഇപ്പോൾ ഇങ്ങനൊരു പ്രസ്താവനയായിട്ട് അവരുടെ വനേസ ലോയിഡ് തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. എന്താണ് ലക്ഷ്യം എന്നറിയില്ല. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അതിന് കുറച്ച് ക്ലാരിറ്റി ഉണ്ടാകുമായിരിക്കും. അതിൽ അവർ പറയുന്ന കാര്യങ്ങൾ, ഇന്ത്യക്ക് ഇതിനകത്ത് ഭയങ്കര വൈദഗ്ധ്യമുണ്ടെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. വനേസ ലോയിഡ് പറയുന്നത് ജനാധിപത്യ അട്ടിമറിക്കാൻ ഇന്ത്യക്ക് ഭയങ്കര വൈദഗ്ധ്യമുണ്ട്, അവരതിൽ ശക്തരാണ്. ലോകത്ത് ഏത് രാജ്യത്തും ജനാധിപത്യം അട്ടിമറിക്കാൻ തക്ക ശക്തരാണ് ഇന്ത്യ. പിന്നെ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്ന റഷ്യയാണെന്നാണ് പറയുന്നത്. പിന്നെ ഈ ടെക്നിക്കലി പരമായിട്ട് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വോട്ടേഴ്സ് ഇതിലൊക്കെ കൃത്രിമം കാണിക്കാനൊക്കെ ആയിരിക്കും ചൈനയ്ക്ക് പറ്റും എന്നുള്ളത്. എല്ലാ രാജ്യങ്ങൾക്കും താല്പര്യങ്ങൾ കാണും, ഇന്ന് നമ്മുടെ ആള് തന്നെ അവിടെ ഭരണത്തിൽ വരണം. അതിപ്പം രാജ്യങ്ങൾക്ക് മാത്രമല്ല, രാജ്യത്തെ പൗരന്മാർക്കും ഇല്ല. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്കും ബംഗ്ലാദേശിൽ നല്ലൊരു ഭരണാധികാരി വരണം, നമ്മുടെ ഇന്ത്യയുമായിട്ട് സ്നേഹിച്ചു പോകുന്ന ഒരു ഭരണാധികാരി വരണം എന്ന് നമ്മളെ കണക്കുള്ള സാധാരണ ഒരു പൗരനും ആഗ്രഹമുണ്ട്. അതുപോലെ അതിനേക്കാൾ വലുതായിരിക്കും ഒരു രാജ്യത്തിന്. കാരണം രാജ്യത്തെ സംബന്ധിച്ച് ട്രേഡിങ്സും ബിസിനസ്സും ഒക്കെ തന്നെയാണല്ലോ വളരെ വലുത്. എന്തായാലും വലിയ ഒരു പ്രസ്താവന തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം ഇതൊരു പൊളിറ്റീഷ്യൻ അല്ല പറഞ്ഞിരിക്കുന്നത്, ഒഫീഷ്യൽ ആണ്. ഒഫീഷ്യലായിട്ട് തലപ്പത്ത്, അതിന്റെ ഒരു ചാരസംഘടന തലപ്പത്തിരിക്കുന്ന ഒരാൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ റോയുടെ മേധാവി പറയുന്നത് പോലൊക്കെ തന്നെ വേണം ഇതിനെയും കാണാൻ, അതേ ഗൗരവത്തിൽ തന്നെ വേണം നമ്മൾ ഇതിനെ കാണാൻ. അപ്പൊ അതിന്റെ എന്താണ് എന്നത് വരും ദിവസം ഒരുപക്ഷെ ഇന്ത്യ പ്രതികരിക്കാതിരിക്കില്ല. ഇന്ത്യ ശക്തമായ ഒരു പ്രതികരണം ഇതിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. കാരണം ഇത് പൊളിറ്റീഷ്യൻ അല്ല പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഒരു അവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഒരുപക്ഷെ മൈൻഡ് ചെയ്യില്ലായിരുന്നു. പക്ഷെ ഈ CSISന്റെ തലവൻ തന്നെ ഇത് പറയുമ്പോൾ, തലപ്പത്തിരിക്കുന്ന ആൾ തന്നെ പറയുമ്പോൾ, സ്വാഭാവികമായി തന്നെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയവും മറ്റും പ്രതികരിക്കാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ചെറിയൊരു മഞ്ഞുരുക്കലിന്റെ പാതയിലടക്കം വന്നിരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഇത് ഒന്നുകൂടെ കുളവാകും. ഏതായാലും ഇത് ക്ലിയർ ആകണമെങ്കിൽ ഏപ്രിൽ 28 കഴിയേണ്ടി വരും. കാരണം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ ഭരണകൂടം വരാതെ നമ്മളും അവരോടുള്ള ബന്ധം സ്മൂത്തായിട്ട് പോകും എന്ന് തോന്നുന്നില്ല. താങ്ക് യു ബിജു ചേട്ടാ, താങ്ക് യു സോ മച്ച്.